ബിന്ദു കൃഷ്ണയെ തിരുത്തി ബിർനാണി താരം ശംഖു. അങ്കനവാടിയിലെ ഭക്ഷണ മെനു പരിഷ്കരണത്തിന് കാരണമായ വീഡിയോയിലൂടെ കേരളത്തിൽ സ്നേഹം നേടിയ ശംഖു വീണ്ടും വൈറലാകുന്നു. ഇത്തവണ മന്ത്രിയെ തിരുത്തിയുള്ള ശംഖുവിന്റെ വീഡിയോ ആണ് തരംഗമായി മാറുന്നത്. അങ്കനവാടിയിൽ ബിരിയാണി നൽകുന്നതിനെക്കുറിച്ച് സംസാരിക്കവേ മന്ത്രി ബിന്ദു കൃഷ്ണ ശംഖുവിനെ കുറിച്ച് പരാമർശിച്ചിരുന്നു. ശംഖു ചവറയിലെ മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി രാധാമണി ചേച്ചിയുടെ കൊച്ചുമോനാണെന്നാണ് മന്ത്രി പറഞ്ഞത്. എന്നാൽ രാധാമണി ചേച്ചിയുടെ കൊച്ചുമോനല്ല ഞാനെന്നാണ് ശംഖു പുതിയ വീഡിയോയിൽ പറയുന്നത്. പുതിയ മന്ത്രി ആന്റി പറഞ്ഞു, ഞാൻ രാധാമണി ചേച്ചിയുടെ കൊച്ചുമോനാണെന്ന്. ഞാൻ രാധാമണി ചേച്ചിയുടെ ഒന്നും കൊച്ചുമോനല്ല. എൻ്റെ അപ്പാമ്മയുടെ പേര് ഓമന, എൻ്റെ അമ്മാമ്മയുടെ പേര് റീന തങ്കപ്പൻ. ഇത്രേ ഉള്ളൂ കാര്യമെന്ന് ശംഖു പറയുന്നു. ദേവികുളങ്ങര പഞ്ചായത്തിലെ പ്രയാർ കിണർമുക്കിലെ 1-ാം നമ്പർ അങ്കനവാടിയിൽ പഠിച്ചിരുന്ന ത്രിജില സുന്ദർ എന്ന ശംഖുവിന്റെ അങ്കനവാടിയിൽ ബിർനാണിയും പൊരിച്ച കോഴിയും വേണമെന്ന വൈറൽ വീഡിയോയ്ക്ക് പിന്നാലെയാണ് അന്നത്തെ മന്ത്രി വീണ ജോർജ് ഭക്ഷണ മെനു പരിഷ്കരണം കൊണ്ടുവന്നത്. പ്രയാർ വടക്ക് പുന്നക്കുഴിയിൽ സോമസുന്ദറിന്റെയും അശ്വതിയുടെയും മകനാണ് ശംഖു. അങ്കനവാടി കുട്ടികൾക്കുള്ള പ്രഭാത ഭക്ഷണം, ഉച്ചഭക്ഷണം, ജനറൽ ഫീഡിംഗ് തുടങ്ങിയ അനുപൂരക പോഷകാഹാരമാണ് അന്ന് മന്ത്രി പരിഷ്കരിച്ചത്. പഞ്ചസാരയുടെയും ഉപ്പിന്റെയും അളവ് കുറച്ചുകൊണ്ട് കുട്ടികളുടെ ആരോഗ്യം ഉറപ്പാക്കി പോഷക മാനദണ്ഡ പ്രകാരം വളർച്ചയ്ക്ക് സഹായകമായ ഊർജ്ജവും പ്രോട്ടീനും ഉൾപ്പെടുത്തി രുചികരമാക്കിയാണ് ഭക്ഷണ മെനു പരിഷ്കരിച്ചിരിക്കുന്നത്. പത്തനംതിട്ടയിൽ നടന്ന അംഗൻവാടി പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനത്തിലായിരുന്നു അന്ന് മന്ത്രിയുടെ ഈ ജനപ്രിയ പ്രഖ്യാപനം. എന്നാൽ അംഗനവാടിയിലെ ഭക്ഷണ മെനു പരിഷ്കരിക്കുമെന്ന് ചുമതലയേറ്റതിന് പിന്നാലെ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണ വ്യക്തമാക്കിയിരുന്നു. വകുപ്പ് ഏറ്റെടുത്ത ശേഷം തന്നെ വന്ന് കണ്ട അംഗനവാടി ജീവനക്കാർ സങ്കടത്തോടെ പറയുന്ന ഒരു കാര്യം അംഗനവാടികളിൽ ബിരിയാണി കൊടുക്കാൻ പറഞ്ഞതാണ്. എന്നാൽ ബിരിയാണി കൊടുക്കാൻ നിവർത്തിയില്ലെന്നാണ് ജീവനക്കാർ പറയുന്നത്. ഏറ്റവും പരിമിതമായ പണം കൊടുത്തിട്ട് ബിരിയാണി കൊടുക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണമെന്നാണ് അംഗനവാടി ജീവനക്കാർ ചോദിക്കുന്നതെന്നും ബിന്ദു കൃഷ്ണ പറഞ്ഞു.